കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പ് കാലത്തിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്ര, ഈ ജീവിതയാത്രയിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയുള്ളൊരു തിരിഞ്ഞുനോട്ടം, ആഴമാർന്നുള്ള ഒരു ഹൃദയ പരിവർത്തനം ഈശോ നമ്മളിന്ന് ആഗ്രഹിക്കുകയാണ്. താബോറിൻ്റെ പരിവേഷം കണ്ട് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ പാവപ്പെട്ട മുക്കുവനായ പത്രോസിനെ പോലെ ദൈവിക അനുഭവത്തിൽ ജനിക്കുന്ന ഒരു രൂപാന്തരീകരണം. ഇതാണ് ദൈവമക്കളെ ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. വെറുമൊരു മൂലക്കല്ലല്ല മക്കളെ, മറിച്ച് ലോകത്തിൻ്റെ പാപഭാരം മുഴുവനും ചുമലിലേറ്റി നമ്മളെയൊക്കെ വിമോചിപ്പിച്ച, നമുക്കായിട്ട് രക്ഷകനായിട്ട് കടന്നു വന്ന ഒരു മൂലക്കല്ല. ഈശോയുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പീഡാസഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ, തിരസ്കരണങ്ങൾ, അല്ലെങ്കിൽ നിന്ദനങ്ങൾ, അവമാനങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട, പിളർക്കപ്പെട്ട, അവസാനത്തുള്ളി രക്തം പോലും വാർന്നൊഴുക്കിയ ഈശോയുടെ ജീവിതം. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ കാൽവരിയുടെ വിരുമാറിൽ ക്രൂശിക്കപ്പെട്ട മരണം വരെ ഈശോ തിരസ്കരണങ്ങൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ദൈവത്തിൻ്റെ പുത്രൻ, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനായവൻ, അമ്മയുടെ ഉദരം തൊട്ട് എല്ലാ തിരസ്കരണങ്ങൾ, ഈ ലോക ജീവിതം മുഴുവനും തീർന്നില്ല. ക്രൂശിക്കപ്പെട്ട നിമിഷവും കുരിശിലേറുന്ന നിമിഷത്തിലും മരണസമയത്തും ഈശോ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി. ദൈവമക്കളെ, കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ, സത്രങ്ങൾ, വഴി അമ്പലങ്ങൾ, എല്ലാവരും അവർക്ക് മുമ്പിൽ വാതിലുകൾ അടച്ചു കളയുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതവും ഈശോയുടെ ജീവിതവും, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, അല്ലെങ്കിൽ കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, എല്ലാം തകരുന്നു, നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ഈശോ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതമെന്താണോ അത് നിറവേറ്റുവാനുള്ള ദൗത്യം മാത്രമായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക, അതാണ് എൻ്റെ സന്തോഷം എന്ന് മനസ്സിലാക്കി ഈശോ ഓരോ നിമിഷം മുന്നോട്ട് പോവുകയാണ്. ദൈവമക്കളെ, സ്വന്തം ജന്മദേശം പോലും യേശുവിനെ തിരസ്കരിക്കുന്നു, തള്ളിക്കളയുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സമൂഹം തള്ളിക്കളയുന്നു. ജനിച്ച ശേഷം സ്വന്തം ജന്മദേശം പോലും വിടേണ്ട ഒരവസ്ഥ, എവിടെയും അവഗണിക്കുന്ന ഒരു സാഹചര്യങ്ങൾ. സമൂഹം ജനിക്കാൻ പോലും സ്ഥലം കൊടുത്തിട്ടില്ല ഈശോയുടെ ജീവിതത്തിലേക്ക്. വളർന്ന സാഹചര്യം, സ്വന്തം ദേശം പോലും വിടേണ്ട അവസ്ഥ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ, സുവിശേഷത്തിൽ യേശു തൊട്ടവർ, യേശു നോക്കിയവർ, യേശു അനുഗ്രഹിച്ചവർ എല്ലാം കണ്ണുകൊണ്ട് കാണുന്നു, സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നു. അവരുടെ മുമ്പിൽ വെച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പുത്രൻ എല്ലാ മേഖലകളിലും തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങുന്നു. മനുഷ്യൻ നമ്മളെയൊക്കെ തെറ്റിദ്ധരിക്കുമ്പോഴും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മളെയൊക്കെ വേദനിക്കുമ്പോഴും, എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കുമ്പോഴും ദൈവം നമ്മളോട് പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട നിൻ്റെ ക്രിസ്തുവിനെ നോക്കുക. ഈ ക്രിസ്തുവിനെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും, ജീവിതത്തിൽ ഏറ്റുവാങ്ങും. യേശുവിന് നമ്മുടെ അവസ്ഥകൾ കൃത്യമായിട്ട് അറിയാം. നമ്മൾ കുറേ കരയും, നമ്മൾ കുറേ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾ വേദനിക്കും. അപ്പോഴവിടെയൊക്കെ നമ്മൾ പരാതി പറയുകയാണ്. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് ജന്മം തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ പോലും നമ്മൾ തള്ളിക്കളയുന്ന, തിരസ്കരിക്കുന്ന അവസ്ഥ നമ്മൾക്ക് ജീവിതത്തിലുണ്ടാകാം. പക്ഷേ ഈശോ പറയുകയാണ്, ഞാൻ കടന്നുപോയ അവസ്ഥ എനിക്കറിയാം, മുറിവേറ്റവനറിയാം മുറിവിൻ്റെ വേദന. നമ്മുടെ അവസ്ഥ, നിൻ്റെ പേര്, നിൻ്റെ തലമുടി ഇഴ പോലും, അല്ലെങ്കിൽ കൊഴിയുന്നത് പോലും വളരുന്നത് പോലും അറിയാവുന്ന ഒരു ഈശോ, വഴിയും സത്യവും ജീവനുമായിട്ട് നിൻ്റെ കൂടെയുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കാക്കുന്ന ഒരു ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കരുത്. ഈ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള
ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. അത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മക്കളെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി നീ കടന്നു പോകുമ്പോഴും ആ താഴ്വരയിൽ നിന്നെ കാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് തമ്പുരാൻ പറയുകയാണ്. ഏത് കഴിവില്ലാത്തവനെയും കഴിവുള്ളവനാക്കി മാറ്റുന്ന, ഏത് പരാജിതനെയും ശക്തനാക്കി മാറ്റുന്ന, ഏത് തകർന്നവനെയും പണിയുന്ന, ഏത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളെയും കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന, എത്ര നിന്ദിക്കപ്പെട്ടവരെയും ഉയർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ യേശുവിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ കടന്നുപോയ വഴികൾ അതായിരുന്നു എന്ന് അവൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മളൊക്കെ കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മളൊക്കെ ജനിച്ച ശേഷവും വളരുന്ന സാഹചര്യത്തിലുമാണ് പലപ്പോഴും നിന്ദനങ്ങളും അപമാനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയത്. പക്ഷേ ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് ഈശോ അമ്മയുടെ ഉദരത്തിലായ സമയം തൊട്ട് ക്രൂശിക്കപ്പെട്ട നിമിഷം വരെ, അതായത് മരണസമയം വരെ ഈശോ തിരസ്കരണങ്ങൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കണം, നീ ഒരു സാധാരണക്കാരനാണെങ്കിൽ നിന്നെ അസാധാരണ നിലയിൽ എത്തിക്കാൻ കഴിവുള്ളവനാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ കഷ്ടങ്ങൾ, നിൻ്റെ നഷ്ടങ്ങൾ, നിൻ്റെ പ്രതിസന്ധികൾ, അവിടെയൊക്കെ ദൈവം വാഗ്ദാനം പൂർത്തീകരിക്കുന്നവനാണ്. ഈ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന കർത്താവ് പറയുകയാണ്, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നീ താങ്ങിക്കൊള്ളും. നിൻ്റെ ഉത്കണ്ഠകൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക, അവിടുന്ന് നിനക്ക് സന്തോഷം പ്രദാനം ചെയ്യും. നീ ആർക്കും വേണ്ടാത്ത, ആർക്കും കടന്നു പോകാൻ പറ്റാത്ത വിധം പരിത്യക്തയും ദുർബലയുമായിരിക്കാം, പക്ഷേ നിന്നെ പ്രൗഢിയുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും ആക്കി തീർക്കുമെന്ന് മാറ്റമില്ലാത്തവൻ നമ്മളോട് പറയുകയാണ്. മക്കളെ നമുക്ക് വിശ്വസിക്കാം. കാരണം ചില ചോദ്യങ്ങൾക്ക്, ചില വിമർശനങ്ങൾക്ക്, അല്ലെങ്കിൽ ചില കുറ്റപ്പെടുത്തലുകൾക്ക്, ചില അപമാനങ്ങൾക്ക് നമുക്ക് ആർക്കും മറുപടി കൊടുക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരിക്കാം. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നോമ്പ് കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം, ഈശോ ജനിച്ചതിന് ശേഷം ഓരോ പടിപടിയായിട്ട് നമ്മൾ ധ്യാനിക്കണം. 12-ാം വയസ്സിൽ മതപണ്ഡിതരുടെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് മുന്നിൽ ഉത്തരം കൊടുക്കുന്ന ഈശോ നമുക്കറിയാം. അവരെ ഉത്തരം മുട്ടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 30-ാം വയസ്സിൽ നമുക്കറിയാം ക്രൂശിക്കപ്പെടുമ്പോഴും പീഡാസഹനങ്ങളും അവിടെയൊക്കെ ആ സമയത്തൊക്കെ ഈശോ ഓരോ നിമിഷവും തന്നെ വിട്ടുകൊടുക്കുകയാണ്. 30-ാം വയസ്സിൽ സ്നാപക യോഹന്നാനിൽ ഈശോ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം അവിടെ തുറക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ദൈവം നമുക്കായിട്ട് വാതിൽ തുറക്കും. ദൈവം നമുക്കായിട്ട് സ്വർഗം തുറക്കും. ദൈവം നമുക്കായിട്ട് സ്വരം ഉയർത്തും. ദൈവം നമുക്കായിട്ട് കരം ഉയർത്തും. ക്രൂശിക്കപ്പെട്ട സമയത്ത് 33-ാം വയസ്സ് വരെ ഈശോ ഈ ലോകത്ത് ജീവിച്ചു എന്ന് നമ്മളെ ചരിത്രം പഠിപ്പിക്കുകയാണ്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ ഓരോ കാലം ക്രൂശിക്കപ്പെട്ട സമയത്ത് പീഡാസഹനത്തെയും മരണത്തെയും ജയിച്ച് അവൻ കടന്നു വരികയാണ്. അവിടെയും ഈശോ ഉത്തരം കൊടുക്കണേ. എൻ്റെ ഈ ക്രൂശിക്കപ്പെട്ട സമയം അതിലൂടെ എല്ലാം അവസാനിച്ചു എന്നല്ല ഈശോ പഠിപ്പിക്കുന്നത്. മറിച്ച് ഞാൻ ക്രൂശിക്കപ്പെട്ടപ്പോഴും ആ മരണം ഏറ്റുവാങ്ങപ്പോഴും ഈ മരണത്തെ ജയിച്ച് ഞാൻ കടന്നു വന്നു ഈശോ പറയുകയാണ്. ദൈവമക്കളെ, എല്ലാറ്റിനും ഉത്തരം യേശു തന്നെയാണ്. സകല നീതിയും പൂർത്തീകരിക്കുന്നവൻ എന്നാണ് ഈശോയെ നോക്കി ജനം പറഞ്ഞത്. ദൈവമക്കളെ, അവനറിയാം നിനക്ക് വേണ്ടത് എന്താണെന്ന്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. കാരണം ഈ മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത് കടന്നു വന്നവൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മോടൊപ്പം ആയിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്ത് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ. സുവിശേഷത്തിൽ യേശു അനുഗ്രഹിച്ചവരെ കാണാം, യേശു തൊട്ടവരെ കാണാം, യേശു നോക്കിയവരെ നമുക്ക് കാണാം. ദൈവത്തെ നോക്കിയവരെ ഒരിക്കലും അവിടുന്ന് ലജ്ജിക്കാൻ ഇടവരുത്തില്ല. അവർ പ്രകാശിതരായെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവമക്കളെ, സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമരക്കാരി യേശു അവളെ അറിഞ്ഞു. അവൾ കടന്നു പോകുന്ന വഴികൾ എന്തുമായിക്കോട്ടെ അവളെ എല്ലാവരും കുറ്റപ്പെടുത്തി. പ്രിയപ്പെട്ട മക്കളെ, യേശു കുറ്റപ്പെടുത്തിയില്ല. ലോകം ദുർനടപ്പുകാരി എന്ന് പറഞ്ഞവളെ യേശു ചേർത്ത് പിടിച്ചു ആ ഒരു ദേശത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഒരു സുവിശേഷ പ്രഘോഷകയാക്കി അവളെ മാറ്റുകയാണ്. ദൈവമക്കളെ, നമ്മുടെ അവസ്ഥകൾ കണ്ടറിഞ്ഞ് ഈശോ കടന്നു വരികയാണ്. ബെത്സയിദ കുളക്കരയിൽ ആരും സഹായിക്കാനില്ലാതെ 38 വർഷക്കാലം. പക്ഷേ ഈശോ അവനെ കണ്ടു. ഈശോ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചവനായിരുന്നു. ഈശോ അവനെ കണ്ടു. ഈശോ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ദൈവമക്കളെ, 5 അപ്പവും 2 മീനും ഈശോ കയ്യിലെടുത്ത് അത് 5000 പേരെ ഒക്കെ കൊടുത്ത് സംതൃപ്തനാക്കുകയാണ്. മുറിച്ചു വിളമ്പി
ഭക്ഷിക്കാൻ കൊടുത്തു, ഭക്ഷിച്ച് സംതൃപ്തരായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മുറിച്ച് വിളമ്പാൻ ഈശോ ആഗ്രഹിക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിൻ്റെ ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കുവാൻ, അപ്പമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തുവാനും ദൈവം കടന്നു വരികയാണ്. പൗലോസിനോട് യേശു കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ദൈവമക്കളെ, നമ്മുടെ കുറവുകളിലേക്ക് നോക്കരുത്, നമ്മുടെ പരാജയങ്ങളിലേക്ക് നോക്കരുത്, നമ്മുടെ അസ്വസ്ഥതകളിലേക്ക്, വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക് നമ്മൾ നോക്കരുത്. ഇതിനെല്ലാം മറികടന്ന് കടന്നു വന്നവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നമുക്ക് ചെയ്തു തരാൻ കഴിവുള്ള നമ്മുടെ ഈശോ, യേശുവിൻ്റെ നാമം അത് മഹത്താണ്. ദൈവമക്കളെ, ക്രൂശിതൻ്റെ കൂടെയുള്ള യാത്ര, കുരിശുകളെ സ്നേഹിക്കുക, കടന്നുപോയ വഴികൾ എന്തുമായിക്കോട്ടെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തി ദൈവം നമ്മുടെ കൂടെയുണ്ട്. നന്മ പറയാം, നന്മ കാണാം, ഈശോ നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക. വിശ്വാസമാണ് ദൈവമക്കൾ നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈ ഒരു ക്രൂശിക്കപ്പെട്ട നിമിഷങ്ങളിൽ ഒരു ഉദ്ധാനത്തിൻ്റെ അനുഭവമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉദ്ധാന അനുഭവമായി നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.